നമസ്കാരം. തിരുനോട്ടത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സ്വാഗതം. ലാലേട്ടൻ എന്ന മഹാപ്രതിഭാസത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ലാലേട്ടനോടൊപ്പം ഉള്ള കഥാപാത്രങ്ങൾ, അതായത് നായിക കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയ ഒരു വ്യക്തിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശബ്ദം നൽകിയ വ്യക്തി എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് തന്നെ നമുക്കറിയാം. ലാലേട്ടൻ്റെ ചിത്രങ്ങളായ മണിച്ചിത്രത്താഴ്, തേന്മാവിൻ കൊമ്പത്ത്, ഉള്ളടക്കം, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾക്ക് വേണ്ടി നായിക കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയ വ്യക്തി. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ഡബ്ബിംഗ് താരവും മുൻ അഭിനേത്രിയുമായ ശ്രീമതി ഭാഗ്യലക്ഷ്മി. ചേച്ചി, തിരുനോട്ടത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറഞ്ഞു ഒരു 2-3 പടങ്ങളുടെ പേര് മാത്രമേ ഞാൻ പറഞ്ഞ. പക്ഷേ നടി കാർത്തിക, ശോഭന, ഉർവശി, രേവതി, അങ്ങനെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല. ഇവരൊക്കെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ സിനിമകൾക്കും ചേച്ചിയാണ് അഭിനയിക്കുന്നത്. അതിനകത്ത് ലാലേട്ടൻ്റെ സിനിമകൾ നമ്മൾ എടുത്ത് പറയുമ്പോൾ കിലുക്കം, രേവതി, കാർത്തിക, സന്മനസ്സുള്ളവർക്ക് സമാധാനം, പിന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, പിന്നെ അടിവേരുകൾ, അങ്ങനെ കുറെ സിനിമകൾ. പിന്നെ ജെയ്സി സാർ ഡയറക്ട് ചെയ്ത മോഹൻലാൽ ജനുവരി ഒരു ഓർമ്മ, കാർത്തികയുടെ ഒരുപാട് സിനിമകൾ ഡബ് ചെയ്ത സിനിമകൾ. അപ്പൊ എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ ഏറ്റവും കൂടുതൽ ശരിക്ക് കണ്ടിരിക്കുന്നത് ചേച്ചിയായിരിക്കാം, അല്ലേ? കാരണം നമ്മള് അവിടെ സ്പോട്ടിൽ എടുത്തിരിക്കുന്ന സാധനമാണല്ലോ നമ്മൾ പൈലറ്റിൽ കൂടെ കേൾക്കുന്നത്, അല്ലേ? ഒരു എന്തായിരുന്നു എക്സ്പീരിയൻസ്? അത് ആ ഒരു എക്സ്പീരിയൻസ് അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ പ്രേക്ഷകരെല്ലാവർക്കും ഓർമ്മ നിൽക്കുന്ന ഒരു പടമാണ് പിന്നെ തേന്മാവിൻ കൊമ്പത്ത്. അതിനകത്ത് ആ ഒരു ശരിക്കും കട്ട നിൽക്കുന്ന ഒരു രംഗങ്ങളുണ്ടല്ലോ. അത് അതുപോലെ പ്രിയദർശന്റെ മോഹൻലാൽ സിനിമകളെല്ലാം ഞാൻ തന്നെയാണ് ഹീറോയിൻ വോയിസ് കൊടുത്തത്. ചേച്ചി, ഞാൻ ഇനി വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ പ്രേക്ഷകർ പോലും ഇപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ടാവും ഞാൻ ഇത്രയും പേരുടെ പേര് പറഞ്ഞത്. കാരണം അവരൊക്കെ തന്നെ ഈ കാർത്തികയ്ക്ക് കൊടുത്തിരിക്കുന്ന വോയിസും, പിന്നെ ശോഭനയ്ക്ക് കൊടുത്തിരിക്കുന്ന വോയിസും, രേവതിക്ക് കൊടുത്തിരിക്കുന്ന വോയിസും ഒക്കെ വ്യത്യസ്തമായ ആൾക്കാരാണെന്നായിരിക്കും അവരൊക്കെ ധരിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെയായിരുന്നു ധരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ അത് അവിശ്വസനീയമാണ്. ഇത്രയും ആൾക്കാർക്ക് ഒരു വ്യക്തി തന്നെ വോയിസ് കൊടുത്തെങ്കിലും ഓരോ സിനിമകളിലെയും വോയിസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അത് കുറേയൊക്കെ നമ്മൾ ഒരാളുടെ രൂപം കാണുമ്പോൾ, അതായത് ബോഡി ലാംഗ്വേജ് നോക്കും. ഡബ് ചെയ്യുന്ന സമയത്ത് ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ ഡബ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നമ്മളുടെ ഉള്ളിലൊരു കോമൺ സെൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ടോൺ മാറ്റി പിടിക്കും. കുറച്ചൊന്ന് ലോ വോയിസിൽ പറയും, ചിലത് ഓപ്പൺ വോയിസിൽ പറയും. ശരീരം മെലിഞ്ഞിരിക്കുന്നവർ ശബ്ദത്തിനെ ഒന്ന് മെലിയിപ്പിക്കുക, വണ്ണമുള്ള ശബ്ദം മെലിഞ്ഞ, അങ്ങനെ മാറ്റി മാറ്റി മാറ്റി. ഇതൊരു ടെക്നിക്കാണ്, ശരിക്കും ഒരു ടെക്നിക്കാണ്. അതെ, നമ്മളത് ചെയ്ത് കുറെ കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ ചെയ്യുന്തോറും നമുക്ക് അതിശയം, നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇത് കണ്ടെടുക്കുന്ന മാതിരി ഇതിങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഈ ശബ്ദം എന്ന് പറയുന്ന ഒരു ഭയങ്കര അതിശയമുള്ളൊരു സംഭവമാണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾക്ക് തന്നെ അറിയില്ല ഇത്രയും വ്യത്യസ്തമായിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റുമോ ഈ വോയിസ് കൊണ്ട് എന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റും. ചേച്ചി കണ്ട സിനിമകളിൽ ഈ ലാലേട്ടൻ്റെ പെർഫോമൻസൊക്കെ കണ്ടിട്ട് അത്ഭുതം തോന്നിയിട്ടില്ല? പിന്നെ ഞാൻ എന്നും വീട്ടിലിരുന്നും പറയാറുണ്ട്. അല്ലാതെ ഞാൻ ലാലിനെ, എനിക്ക് തോന്നുന്നു ലാലിനെ അറിയില്ല, ലാലിൻ്റെ വാല്യൂ എന്ന് പറയുന്ന ലാലിനെ അറിയില്ല. ലാൽ എപ്പോഴും പറയണം അത് വന്നു പോകുന്നതാണ്, അല്ലാതെ ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. അത് ഏറ്റവും വലിയ ഒരു കലാകാരൻ്റെ എളിമ തന്നെയാണ്. അത് ഒരാളും മനഃപൂർവ്വം ചെയ്യുന്നവനെ നമ്മൾ റിയൽ കലാകാരൻ എന്ന് പറയില്ല, അല്ലേ? അത് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളിങ്ങനെ വരുന്ന വ്യക്തിയെയാണ് നമ്മൾ റിയൽ കലാകാരൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ മാതിരി ലാലെന്ന് പറയുന്ന ഒരു ആക്ടർ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ച് താൻ ഇത്രയും വലിയ നടനാണെന്ന ഭാവമില്ലാത്തൊരു, ഇപ്പോഴും ഒരു കുട്ടിക്കളിയാണ്. എപ്പോഴും നമ്മൾ സെറ്റിലൊക്കെ കാണുമ്പോഴും ഡബ്ബിങ് തിയേറ്ററിൽ വരുമ്പോഴും ഒക്കെ തിയേറ്ററിലൊക്കെ ഇരുന്ന് ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട്. കാരണം ഞാനൊക്കെ നമ്മൾ വേറൊരാൾക്ക് വോയിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ആയിരിക്കാം,
എന്നാലും കുറച്ച് ഫിസിക്കൽ സ്ട്രെയിനൊക്കെ നമ്മളിങ്ങനെ എടുക്കും. ഞാനൊക്കെ നിന്നുകൊണ്ട് ഡബ് ചെയ്യും. എനിക്ക് നിന്നാലേ ഒന്ന് ശരിയാവുള്ളൂ ഡബ് ചെയ്യാൻ. പക്ഷെ ലാല് അത് ഇരുന്നു കൊണ്ട് വളരെ കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ അപ്പോൾ എപ്പോഴും എന്നെ അതിശയിപ്പിക്കുന്നൊരു വ്യക്തിയാണ്. മോഡുലേഷനൊക്കെ പിന്നെ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു സംഭവം വെച്ചാൽ ലാലിൻ്റെ റിയൽ അഭിനയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ്. മുഖത്തേക്കാൾ കൂടുതൽ ശബ്ദം. നമ്മൾ കണ്ണടച്ച് കുറച്ച് നേരം നമ്മൾ ലാലിനെ സിനിമ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അസാധ്യ ശബ്ദ വേരിയേഷൻ ഉള്ളൊരു നടനാണ്. അങ്ങനെ എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചു.